+1 സീറ്റ് വിഷയത്തിൽ സംസ്ഥാനമെങ്ങും പ്രതിഷേധാഗ്നി. വിദ്യാർത്ഥി സംഘടനകളുടെ വിവിധ മാർച്ചുകളിൽ സംഘർഷം. സർക്കാർ വിരുദ്ധ സമരത്തിൽ ഭാഗമായി എസ്എഫ്ഐയെ പരിഹസിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എസ്എഫ്ഐക്ക് തെറ്റിദ്ധാരണയെന്നും വിദ്യാഭ്യാസ മന്ത്രി എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കുമെന്നും മന്ത്രി. നാളെ സംസ്ഥാനത്ത് KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ് നടക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനുണ്ട്. പ്രജിത്ത്, ഈ +1 സീറ്റ് സംബന്ധിച്ച സർക്കാർ തന്നെ ഇപ്പോൾ രണ്ട് തട്ടിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടിൽ സഖാക്കളെയും ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വിമർശിക്കുകയുണ്ടായി. അടുത്ത ദിവസം ചേരുന്ന ചർച്ചയിൽ, വിദ്യാർത്ഥി സംഘടനയുമായി ചേർന്ന ചർച്ചയിൽ +1 സീറ്റിൽ എന്തെങ്കിലും പരിഹാരമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ മന്ത്രി പറയുന്ന ന്യായീകരണങ്ങളൊന്നും വിദ്യാർത്ഥി സംഘടനകൾക്കോ പ്രതിപക്ഷ സംഘടനകൾക്കോ സ്വീകാര്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇന്നും നിയമസഭയിൽ വന്ന സബ്മിഷന് പോലും ഏതാണ്ട് 7000-ലധികം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ സീറ്റ് അപേക്ഷകൾക്ക് മാത്രമാണ് ഈ പ്രശ്നങ്ങളുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ഇപ്പോൾ +1-നപ്പുറത്തേക്ക് ITI, പോളിടെക്നിക്, പിന്നീട് അൺഎയ്ഡഡ് സീറ്റുകൾ, ഇവയൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ ന്യായീകരണം. ഇത് നിയമസഭയിൽ പോലും അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കി എന്നുള്ളതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് KSUവിന്റെയും MSFന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധങ്ങൾ ഉണ്ടായത്. തിരുവനന്തപുരത്തും കോഴിക്കോടും മലപ്പുറത്തും എല്ലാം ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. എന്നാൽ ഇതിൽ ശ്രദ്ധേയമായത് SFIയുടെ മലപ്പുറം കളക്ടറേറ്റ് SFI നടത്തിയ മാർച്ചാണ്. ആ മാർച്ചിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാർച്ച് നടത്തുമ്പോൾ തന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ നടത്താനും, മലപ്പുറത്ത് ഏതാണ്ട് 100ഓളം സീറ്റുകളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത് എന്നുള്ളൊരു ന്യായീകരണം കൂടി SFI നടത്തിയിട്ടുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൂർണ്ണമായും ഈ സമരത്തെ പരിഹസിക്കുന്ന, SFIയുടെ സമരത്തെ പൂർണ്ണമായും പരിഹസിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. കുറച്ചു നാളുകളായി സമരം ചെയ്യാതിരുന്നവരല്ലേ, അവർക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട്, അവർ സമരം ചെയ്യട്ടെ, വിഷയങ്ങൾ കൃത്യമായി പഠിക്കാതെയാണ്, അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് തുടങ്ങിയിട്ടുള്ള നിലപാടുകളാണ് മന്ത്രി സ്വീകരിച്ചത്. അതായത് പൂർണ്ണമായിട്ടും തങ്ങളുടെ വിദ്യാർത്ഥി സംഘടന പോലും സമരത്തിനുമായി വന്നപ്പോൾ, പ്രതിഷേധവുമായി വന്നപ്പോൾ അതൊരു തരത്തിലൊരു നാടകം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാമെങ്കിലും, കാരണം മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ രാഷ്ട്രീയമായി വിമർശിക്കാൻ ഉപയോഗിച്ചൊരു സമരം മാത്രമേ അതിനെ കാണാമെങ്കിലും സ്വന്തം വിദ്യാർത്ഥി സംഘടനയെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനത്ത് എമ്പാടും ഉണ്ടായത്. വിവിധ സ്ഥലങ്ങളിൽ നടന്ന സമരങ്ങളിലെല്ലാം സംഘർഷമൊക്കെ ഉണ്ടായി. നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ പോലും നേരിയ രീതിയിലുള്ള ഒന്നും തള്ളും ചിലപിരങ്കി പ്രയോഗവും ഒക്കെ നടന്നു എന്നുള്ളതാണ്. എന്തായാലും നാളെയും ഈ രീതിയിലുള്ള സമരങ്ങൾക്ക് തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് നാളെ ഈ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച വിളിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് മന്ത്രിയുടെ ചേംബറിലായിരിക്കും ഈ ചർച്ച നടക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ MSF അടക്കമുള്ള സംഘടനകളുടെ നിയമസഭാ മാർച്ചും നാളെ നടക്കും. നാളെയും സംസ്ഥാനം ഈ +1 സീറ്റ് വിഷയത്തിൽ സമര കലുഷിതമാകാൻ തന്നെയാണ് സാധ്യത. വിദ്യാർത്ഥി സംഘടനകൾ നിലവിലത്തെ +1 സീറ്റ് വിഷയത്തെ സംബന്ധിച്ച വാർത്തയുടെ പൂർണ്ണ വിശദാംശം നൽകിയത്.